MT എന്ന രണ്ടക്ഷരം ഒരു വലിയ കാലത്തെ അടയാളപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചു വളർന്നവർക്ക് MT ഒരു എഴുത്തുകാരൻ എന്നതിലുപരിയായി കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ചരിത്രകാരനും മനുഷ്യ മനസ്സിൻ്റെ മഹാരഹസ്യങ്ങളിലൂടെ നമ്മെ നയിച്ച മഹാനായ കലാകാരനുമാണ്. ലഹരിയും ഉന്മാദവും അടക്കിയ വിക്ഷോഭവും വിമലീകൃതമാകുന്ന പകയും മഞ്ഞുപോലുരുകിയടരുന്ന പ്രണയവും ചങ്ങലകൾ തകർക്കുന്ന നിസ്സഹായതയും ഉടവാൾ കൊണ്ട് സ്വയം കുത്തിമരിക്കുന്ന ആൺവിലാപങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ വായനക്കാരിൽ നിറഞ്ഞു. MT മടങ്ങുമ്പോൾ വായനയുടെ ഒരു മഹാപുസ്തകം വിനയത്തോടെ കാലം മടക്കിവെക്കുന്നു. ഈ എഴുത്തുകൾക്ക് ഇനി ഒരു രണ്ടാമൂഴമുണ്ടാവുകയില്ലെന്ന് വേദനയോടെ തിരിച്ചറിയുന്നു. പുന്നയൂർ കുളത്തുകാരനായ T. നാരായണൻ നായരുടെയും കൂടല്ലൂരുകാരിയായ അമ്മാളു അമ്മയുടെയും ഇളയ മകനായി പാലക്കാട് ജില്ലയുടെ വടക്കു പടിഞ്ഞാറൻ അറ്റത്തുള്ള പട്ടാമ്പി താലൂക്കിലെ ആനക്കര പഞ്ചായത്തിലെ ഒരു ചെറിയ ഗ്രാമമായ കൂടല്ലൂരിലാണ് 1933 മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT വാസുദേവൻ നായർ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജന്മദേശം പഴയ മദ്രാസ് പ്രസിഡൻസിയിൽ മലബാർ ജില്ലയുടെ കീഴിലായിരുന്നു. അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്തും പാലക്കാട്ട് ജില്ലയിലെ കൂടല്ലൂരുമായിട്ടായിരുന്നു തൻ്റെ ചെറുപ്പകാലം ചെലവഴിച്ചത്. MTയുടെ അച്ഛൻ ജോലി സംബന്ധമായി സിലോണിലായിരുന്നു. അവിടെ മറ്റൊരു കുട്ടിയുമുണ്ടായിരുന്നു. സിലോണിൽ നിന്നും മടങ്ങിവരുന്ന അച്ഛൻ ഒരു പെൺകുട്ടിയെയും കൊണ്ടുവരുന്ന കഥ നിന്റെ ഓർമ്മയ്ക്ക് എന്ന കൃതിയിൽ MT പറയുന്നുണ്ട്. ഈ പെൺകുട്ടി ആരെന്ന് അദ്ദേഹം പറയുന്നില്ലെങ്കിലും MTയുടെ അച്ഛന് പ്രഭാകരൻ എന്നൊരു മകൻ സിലോണിലെ ഭാര്യയിൽ ഉണ്ടെന്ന് പറയപ്പെട്ടിരുന്നു. കോപ്പൻ മാസ്റ്ററുടെ കുടിപ്പള്ളിക്കൂടത്തിലാണ് MT വിദ്യാഭ്യാസം ആരംഭിച്ചത്. പിന്നെ മലമക്കാവ് എലിമെൻ്ററി സ്കൂളിലും കുമാരനെല്ലൂർ ഹൈസ്കൂളിലും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഉപരിപഠനം. ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത പരിഗണിച്ച് രസതന്ത്രമായിരുന്നു ഐച്ഛിക വിഷയമായിട്ടെടുത്തത്. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം 1-2 സ്കൂളുകളിൽ അധ്യാപകനായി ജോലി ചെയ്തു. 1954 പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിലും പിന്നെ ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിലും അധ്യാപകനായി. രണ്ടിടത്തും കണക്കാണ് പഠിപ്പിച്ചിരുന്നത്. 1955-56 കാലത്ത് പാലക്കാട് MB ട്യൂട്ടോറിയലിൽ അധ്യാപകനായും അദ്ദേഹം ജോലി നോക്കി. ഇതിനിടയിൽ തളിപ്പറമ്പിൽ ഗ്രാമസേവകൻ്റെ ഉദ്യോഗം കിട്ടിയെങ്കിലും ദിവസങ്ങൾക്കകം രാജിവെച്ച് വീണ്ടും MB ട്യൂട്ടോറിയലിൽ തിരിച്ചെത്തി. തുടർന്ന് മാതൃഭൂമിയിൽ പത്രാധിപരായി ചേർന്നു. ഔദ്യോഗിക ജീവിതം കൂടുതലും കോഴിക്കോടായിരുന്നു. MT 2 തവണ വിവാഹം കഴിച്ചിട്ടുണ്ട്. 1965 എഴുത്തുകാരിയും വിവർത്തകയുമായ പ്രമീളയെ അദ്ദേഹം വിവാഹം കഴിച്ചു. 11 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം അവർ വേർപിരിഞ്ഞു. ഈ വിവാഹത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മകൾ സിത്താര ഭർത്താവിനൊപ്പം അമേരിക്കയിൽ ബിസിനസ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുന്നു. 1977 പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയെ വിവാഹം കഴിച്ച അദ്ദേഹത്തിന് അവരിൽ അശ്വതി നായർ എന്ന മകളുണ്ടായി. മൂത്ത മകളുടെ പേരിലുള്ള കോഴിക്കോട് കൊട്ടാരം റോഡിലെ സിത്താരയിലായിരുന്നു MT താമസിച്ചിരുന്നത്. 1933 പാലക്കാട് ജില്ലയിലെ കുടല്ലൂർ ഗ്രാമത്തിൽ ജനിച്ച MTയുടെ സാഹിത്യയാത്ര ആരംഭിച്ചത് 1980കളിൽ മലയാള സാഹിത്യം നിർണായകമായ പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല കൃതികളായ നാലുകെട്ട്, അസുരവിത്ത് എന്നിവ അദ്ദേഹത്തിൻ്റെ തനതായ രചനാശൈലിയുടെ പ്രകാശം ലോകത്തെ അറിയിച്ചു. അത് പരമ്പരാഗതവും ആധുനികവും ഗ്രാമീണവുമായ മനുഷ്യപാതകളിലൂടെ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് സഞ്ചരിച്ചു. കേരളത്തിൻ്റെ സംസ്കാരത്തോടും ജനങ്ങളോടും ഭൂപ്രകൃതിയോടുമുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് MTയുടെ എഴുത്ത്. തൻ്റെ ഗ്രാമമായ കൂടല്ലൂരിലെ പുഴയും മണ്ണും മനുഷ്യരുടെ മതഗന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങളിലൂടെ നിറഞ്ഞൊഴുകി. അറിയാത്ത മഹാസമുദ്രങ്ങളെക്കാൾ തനിക്ക് തൻ്റെ നിളയെയാണ് ഏറെ ഇഷ്ടം എന്ന് അദ്ദേഹം തന്നെ പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു ബീഡി കത്തിച്ചു വലിച്ചുകൊണ്ട് മുണ്ടുമാടിക്കുത്തി തൻ്റെ ഗ്രാമത്തിലെ പുഴ മുറിച്ചു കടന്ന് തീവണ്ടിപ്പാളം കടന്ന് അദ്ദേഹം നടന്നു കയറിയത് ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ നാലുകെട്ടിലേക്കാണ്. അദ്ദേഹം അവിടെ ഒരു കാരണവരായി മാറി. തൻ്റെ ചാരുകസാലയിൽ അഭിമാനത്തോടെയും ആഢ്യത്വത്തോടെയും ഇരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ആ കസേര ശൂന്യമായിരിക്കുന്നു.
രണ്ടാം പാണ്ഡവ സഹോദരനായ ഭീമന്റെ കാഴ്ചയിൽ നിന്നുകൊണ്ടെഴുതിയ മഹാഭാരതത്തിന്റെ പുനരാഖ്യാനമായ രണ്ടാം ഊഴമാണ് MTയുടെ ഏറ്റവും ശ്രദ്ധേയമായ കൃതികളിൽ ഒന്ന്. 2005 വ്യാസസമ്മാനം നേടിയ ഈ നോവൽ മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകൾ, കടമയുടെയും വിശ്വസ്തതയുടെയും സ്വഭാവം, നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം എന്നിവയെ പഠനവിധേയമാക്കുന്ന കഥ പറച്ചിലിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. MTയുടെ എഴുത്ത് വെറും കഥയെഴുത്ത് മാത്രമല്ല, അത് മനുഷ്യാവസ്ഥയെ പര്യവേക്ഷണം ചെയ്യുന്ന കലാപരമായ ഉത്ഖനനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെല്ലാം തന്നെ കുറവുകളും ശക്തികളും പ്രതീക്ഷകളും ഭയങ്ങളും വിജയങ്ങളും പരാജയങ്ങളുമുള്ള അതിസാധാരണമായ മനുഷ്യവികാരങ്ങളുടെ ഉടമകളാണ്. നമ്മുടെ മൂല്യങ്ങളെയും പാരമ്പര്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണ് MT തൻ്റെ എഴുത്തിലൂടെ സമൂഹത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചത്. MTയുടെ കൃതികൾ വായിച്ചു വളർന്നവർക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്ത് നമ്മുടെ പൂർവ്വകാലങ്ങളിലേക്കുള്ള ഗൃഹാതുരമായ ഒരു യാത്രയാണ്. നടന്നു പോകുന്ന വഴിയിൽ പുൽത്തലപ്പിലെ മഞ്ഞുതുള്ളി വീണ് നമ്മുടെ പാദം നനയുകയും കല്ലടുക്കുകളിൽ തട്ടി നമ്മുടെ പാദങ്ങൾ മുറിയുകയും ചെയ്യും. ഒടുവിൽ വികാരങ്ങളുടെ നദിയിറങ്ങി കാലമാകുന്ന തീവണ്ടിപ്പാളം മുറിച്ചു കടന്ന് നാം വാനപ്രസ്ഥത്തിലേക്ക് സ്വസ്ഥമായി സഞ്ചരിക്കും. അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കാൻ ചെലവഴിച്ച നിമിഷങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിലെ പുണ്യനിമിഷങ്ങളായി നാം ഇന്ന് ഓർത്തെടുക്കുന്നു. MT വാസുദേവൻ നായർ തൻ്റെ സാഹിത്യയാത്ര ആരംഭിച്ചത് 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ എഴുത്ത് ഒരേ സമയം സമകാലീനവും കാലാതീതവും ഓരോ പുതിയ മനുഷ്യനെയും ആഴത്തിൽ സ്പർശിക്കുന്നതുമാണ്. മലയാള സാഹിത്യത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച എഴുത്തുകാരൻ, ജനകോടികളുടെ ഹൃദയത്തെ സ്പർശിച്ച ചലച്ചിത്രകാരൻ, നിരവധി എഴുത്തുകാരെ കണ്ടെത്തിയ പത്രാധിപർ, അങ്ങനെ നിരവധി മുഖങ്ങൾ കൊണ്ട് MT തലമുറകൾക്ക് മുന്നിൽ തിളങ്ങി നിൽക്കുന്നു. ഒരു പക്ഷേ സാഹിത്യ വായനക്കാരല്ലാത്ത ഒരു വലിയ ജനസമൂഹത്തെ MTയിലേക്ക് അടുപ്പിച്ചത് അദ്ദേഹം എഴുതിയ തിരക്കഥകളാകാം. വെറും തിരനാടകങ്ങൾ എന്നതിനപ്പുറത്തേക്ക് സ്വയം രൂപഭദ്രങ്ങളായ സാഹിത്യ സൃഷ്ടികളായി തിരക്കഥയെ മാറ്റിയെടുക്കുകയായിരുന്നു MT. ഓരോ MT സിനിമയും കാഴ്ചയുടെയും ചിന്തയുടെയും വൈകാരിക വിസ്മയങ്ങളുടെയും ആകെത്തുകയായി പ്രേക്ഷകർക്ക് മുൻപിലെത്തി. ഇരുട്ടിൻ്റെ ആത്മാവും, മുറപ്പെണ്ണും, ഓളവും തീരവും, നിർമ്മാല്യവും, പഞ്ചാഗ്നിയും, അമൃതം ഗമയയും, താഴ്വാരവും, സുഹൃതവും, പെരുന്തച്ഛനും, വൈശാലിയും, ഒരു വടക്കൻ വീരഗാഥയും ഉൾപ്പെടെയുള്ള MT സിനിമകളെല്ലാം തന്നെ തിരശ്ശീലയിലെ ക്ലാസിക്കുകളായി. വായന പോലെ കാഴ്ചയിലും വൈകാരിക വിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കുന്ന ദൃശ്യാക്ഷരങ്ങളായിരുന്നു അവയോരോന്നും. കഥയായി, തിരക്കഥയായി, നോവലായി, പ്രൗഢമായ ലേഖനങ്ങളായി മലയാള സാഹിത്യ ഭൂമികയിൽ MT ഒരു വലിയ ആകാശമായി നിറഞ്ഞു നിന്നു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഓരോന്നും ഒരിക്കലും കെടാത്ത വിസ്മയ നക്ഷത്രങ്ങളായി ആ ആകാശത്തിൽ ഇന്നും തിളങ്ങി നിൽക്കുന്നു. 1995 ഭാരതത്തിലെ സാഹിത്യരംഗത്തെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം MTക്ക് ലഭിച്ചു. 2005 MTയെ പത്മഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം ആദരിച്ചു. 2013 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി. കേരള സർക്കാരിൻ്റെ JC ഡാനിയേൽ അവാർഡും പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ പ്രഥമ കേരള ജ്യോതി പുരസ്കാരവും MTക്ക് ലഭിച്ചു. ഒരു പക്ഷേ മലയാള സാഹിത്യത്തിലെ ഏറ്റവും മികച്ച നോവലും ഏറ്റവും മികച്ച ചെറുകഥയും എഴുതിയത് MT ആയിരിക്കില്ല. എന്നാൽ മലയാളിയുടെ വായനയെ നിരന്തരം മോഹിപ്പിക്കുന്ന കൃതികൾ എഴുതിയത് തീർച്ചയായും MTയാണ്. ഭാഷയെ വിസ്മയകരമായൊരു വൈകാരിക അനുഭവമാക്കിയത് MTയാണ്. തൻ്റെ കൃതികളുടെ ഭദ്രമായ രൂപവും അതിഭദ്രമായ ഭാഷയും അദ്ദേഹത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. MT എന്നത് ഇന്ന് മലയാള ഭാഷയുടെ തന്നെ ഒരു മറുപേരായിരിക്കുന്നു. മലയാള ഭാഷ ആദരവോടെ MTക്ക് മുന്നിൽ തലകുനിച്ചു നിൽക്കുന്നു. Come on TV. Please subscribe to this channel for more news and facts.